Good morning. ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓക്സിഡേഷൻ ചാപ്റ്ററിനകത്ത് അസിമെട്രിക് ഇപ്പോക്സിഡേഷൻ ആണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതിനകത്ത് ഷാർപ്നെസ് അസിമെട്രിക് ഇപ്പോക്സിഡേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ്. സെലക്റ്റീവായിട്ട് ഒരു ഇനാൻഷ്യോമർ ഫോം ചെയ്യുന്ന ഒരു ടൈപ്പ് റിയാക്ഷനാണ് ഷാർപ്നെസ് അസിമെട്രിക് ഇപ്പോക്സിഡേഷൻ. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡൈതൈൽ ടാർട്രേറ്റ് അനുസരിച്ച് ഇപ്പോക്സൈഡ് ഓറിയന്റ് ചെയ്യും. പ്ലസ് ആണ് DET എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ബിലോ ദ പ്ലെയിൻ, മൈനസ് ആണെങ്കിൽ എപ്പോക്സൈഡ് വിൽ ബി എബോവ് ദ പ്ലെയിൻ. ആ ഒരു കാര്യം എപ്പോഴും ഓർത്ത് വയ്ക്കുക. അതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത് ടൈറ്റാനിയം ഉണ്ടാക്കുന്ന ബൈന്യൂക്ലിയർ കോംപ്ലക്സ് ആണ്. അതുവഴിയിട്ടാണ് നിങ്ങൾക്ക് സെലക്റ്റീവായിട്ട് ഒരു എപ്പോക്സൈഡ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ സിലബസ് നോക്കുകയാണെങ്കിൽ എപ്പോക്സിഡേഷൻ ഓഫ് ആൽക്കീൻസ് ബൈ പെറോക്സി ആസിഡ്സ് കഴിഞ്ഞു, SAE റിയാക്ഷൻ കഴിഞ്ഞു. ഇനി കിട്ടിയ എപ്പോക്സൈഡിനെ നിങ്ങൾക്ക് ഹൈഡ്രോളിസിസ് ചെയ്താൽ യു വിൽ ഗെറ്റ് ഡൈഹൈഡ്രോക്സിൽ പ്രോഡക്റ്റ് വിച്ച് ഈസ് കോൾഡ് ഷാർപ്നെസ് അസിമെട്രിക് ഡൈഹൈഡ്രോക്സിലേഷൻ. അതെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഷാർപ്നെസ് അസിമെട്രിക് ഡൈഹൈഡ്രോക്സിലേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ള ജേക്കബ്സൺ എപ്പോക്സിഡേഷൻ അത് ഞാൻ പറയാം. അതിനു മുമ്പ് നമുക്ക് ഡൈഹൈഡ്രോക്സിലേഷൻ നോക്കാം. ഡൈഹൈഡ്രോക്സിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈഹൈഡ്രോക്സിൽ മീൻസ് ഇൻട്രൊഡക്ഷൻ ഓഫ് 2 ഹൈഡ്രോക്സിൽ ഫങ്ഷണൽ ഗ്രൂപ്പ്, അല്ലെ 2 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആഡ് ചെയ്യണം. എവിടെയാണ് ആഡ് ചെയ്യുക? അക്രോസ് ആൻ ആൽക്കീൻ. ആൽക്കീനിന്റെ അക്രോസ് ആയിട്ട് 2 OH ആഡ് ചെയ്യുന്ന അഡീഷൻ റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് ഡൈഹൈഡ്രോക്സിലേഷൻ. ഇപ്പൊ നോർമലി നമുക്ക് പല വിധത്തിൽ ആൽക്കീനിനെ ഡൈഹൈഡ്രോക്സിലേക്ക് മാറ്റാൻ സാധിക്കും. സോറി, അതിൽ കുറെ റീജൻസ് ഉണ്ട്. സ്പെസിഫിക് ആയിട്ട് പെർമാഗ്നേറ്റ് അയോൺ, ഓസ്മിയം ടെട്രോക്സൈഡ്, വുഡ്വേർഡ് ആൻഡ് പ്രിവോസ്റ്റ്, ഡൈഹൈഡ്രോക്സിലേഷൻ മെത്തേഡ്സ്. ഈ 4 മെത്തേഡ്സ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് ഒരു ആൽക്കീനെ കിട്ടിയാൽ ഡൈഹൈഡ്രോക്സിൽ കോമ്പൗണ്ട് ആയിട്ടുള്ള മാറ്റാനായിട്ടുള്ള ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിതിൽ ഓരോരോ മെത്തേഡായിട്ട് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ഓസ്മിയം ടെട്രോക്സൈഡ് ഉപയോഗിച്ചിട്ടുള്ള ഡൈഹൈഡ്രോക്സിലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഓസ്മിയം ടെട്രാ ഓക്സൈഡ്, അതായത് ഓസ്മിയം ഉണ്ട്, അതാണ് സെൻട്രൽ മെറ്റൽ ആറ്റം. അതിൻ്റെ കൂടെ 4 ഓക്സിജൻ ആറ്റം വന്നാൽ അതിൻ്റെ പേരെന്താവും? ഓസ്മിയം ടെട്രാ ഓക്സൈഡ്. ഓക്കെ, അത് എങ്ങനെയാണ് ആഡ് ചെയ്യുക? ആഡ്സ് 2 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്സ്. എവിടെയാണ്? ടു എ ഡബിൾ ബോണ്ട് ഇൻ എ സിൻ മാനർ. സിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം സൈഡ് അറ്റാക്ക്. ഒരേ സൈഡിൽ കൂടെ അറ്റാക്ക് വഴി നിങ്ങൾക്കൊരു ഡൈഹൈഡ്രോക്സിൽ കോമ്പൗണ്ട് കിട്ടിയാൽ ഫ്രം an alkene using osmium tetroxide, it is called osmium dihydroxylation. ഓക്കെ, അപ്പം ജനറൽ ആയിട്ട് നോക്കിയേ, ഇത് ക്ലെയ്ഡന്റെ ടെക്സ്റ്റ് ആണ്. ഇതിൽ പേജ് നമ്പർ 937 നോക്കിയാൽ യു വിൽ ഗെറ്റ് മോർ ഡീറ്റെയിൽസ്. അപ്പൊ ഇതിൽ ഒരു ആൽക്കീൻ എന്ന് പറയുന്ന ആൽക്കീൻ ആർ ഇങ്ങനെ ഇരിക്കുന്ന ഒരു കോമ്പൗണ്ട്. ഓക്കെ, RCH ഡബിൾ ബോണ്ട് CHR ഇങ്ങനെ ഇരിക്കുന്ന ഒരു ആൽക്കീനിലേക്ക് നിങ്ങൾ ഓസ്മിയം ടെട്രോക്സൈഡ് ഉപയോഗിച്ചാൽ ഈ ഡബിൾ ബോണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന 2 കാർബൺ ആറ്റം, ഡബിൾ ബോണ്ട് വരുന്ന 2 കാർബൺ ആറ്റത്തിന് അക്രോസ് ആയിട്ട് യു വിൽ ആഡ് 2 ഹൈഡ്രോക്സിൽ മൊയിറ്റീസ്. ഇവിടെ ഒരു OH, ഇവിടെയും ഒരു OH. ആ 2 OH ഇരിക്കുന്നത് സെയിം പ്ലെയിനിലായിരിക്കും. ഒന്നുകിൽ ഇവർ രണ്ടുപേരും എബോവ് ദ പ്ലെയിൻ വരാം, ഇല്ലെങ്കിൽ ബിലോ ദ പ്ലെയിൻ വരാം. എങ്ങനെ വന്നാലും ഈ 2 OHും സെയിം ഇതിൽ മാത്രമേ, സെയിം പ്ലെയിനിൽ മാത്രമേ വരാറുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിന്റെ മെത്തേഡിന്റെ പേര് സിൻ അഡീഷൻ എന്നാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഇതൊരു സിസിലിരിക്കുന്ന ഒരു ആൽക്കീനാണ്. അതിലേക്ക് നമ്മൾ ഓസ്മിയം ടെട്രോക്സൈഡ് ആഡ് ചെയ്യുന്ന ഉടനെ നമുക്ക് ഇങ്ങനെ ഇരിക്കുന്ന 2 OH സെയിം പ്ലെയിനിൽ വരുന്ന കോമ്പൗണ്ട് കിട്ടും. ഓക്കെ, ഇനി ഇത് സിംഗിൾ ബോണ്ട് ആയി ഉടനെ അപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്ത് അതിന്റെ ആന്റി ഫോമിലേക്ക് മാറ്റാൻ സാധിക്കും. ഓക്കെ, അത് പിന്നീടുള്ള കാര്യം. നമുക്ക് എന്തായാലും ഓസ്മിയം ടെട്രോക്സൈഡ് ആഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എ സിൻ കോമ്പൗണ്ട്.
ഇപ്പൊ നിങ്ങൾക്ക് നാച്ചുറലി സംശയം വരും, നമ്മൾ എന്തിനാണ് കഷ്ടപ്പെട്ട് സിൻ ആക്കിയത്, ഇവിടെ ഫ്രീ റൊട്ടേഷൻ പോസിബിൾ ആണല്ലോ, അപ്പൊ നിങ്ങൾക്ക് എന്തിനാ ഇത് റൊട്ടേഷന് ശേഷം വീണ്ടും ആന്റി പ്രോഡക്റ്റിലേക്ക് മാറിയല്ലോ എന്നൊരു സംശയം വരും. പക്ഷേ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഈ OH സാധാരണ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിലിറ്റി കാണിക്കാറുണ്ട്. രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് ഈ R ഗ്രൂപ്പിന്റെ സ്റ്റെറിക് ഹിൻഡ്രൻസ്, രണ്ടെന്ന് പറയുന്നത് ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പൊ ഈ സ്റ്റെറിക് ഹിൻഡ്രൻസ് കാരണം ഇയാള് ഏതെങ്കിലും ഒരു പ്ലെയിനിൽ തന്നെ ഫിക്സ്ഡ് ആയിരിക്കും. ഈ R ഗ്രൂപ്പിന് സ്റ്റെറിക് സ്ട്രെയിൻ ഒന്നും ഇല്ല, ഇത് ഹൈഡ്രജൻ ആണെങ്കിൽ യെസ് ദർ ഇസ് എ ചാൻസ് ഫോർ ഫ്രീ റൊട്ടേഷൻ, അപ്പൊ ഇയാൾ ആന്റി പ്രോഡക്റ്റിലേക്ക് മാറും. പക്ഷെ ഇയാളെ ഇങ്ങനെ തന്നെ അറസ്റ്റ് ചെയ്ത് വെക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ R ഗ്രൂപ്പ് ബൾക്കിയർ ആയിരുന്നാൽ മതി. ഈ രണ്ട് R ഗ്രൂപ്പും ബൾക്കിയർ ആണെങ്കിൽ പിന്നീട് ഇയാളുടെ ഫ്രീ റൊട്ടേഷൻ റെസ്ട്രിക്റ്റഡ് ആവും. അതേപോലെ ഹൈഡ്രജൻ ബോണ്ടിങ്, അതായത് ഈ എബോവ് ദ പ്ലെയിനിൽ നിൽക്കുമ്പോൾ ഈ OH ഈ താഴെ ഇരിക്കുന്നത് ഇവർ രണ്ടുപേരുമാണ് ഏറ്റവും ഫാർ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ അടുത്ത് വരുന്ന ഗ്രൂപ്പ്സ് തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന് പോസിബിലിറ്റി ഉണ്ടെങ്കിൽ they will prefer that type of geometry. അപ്പം നമ്മൾ സിൻ പ്രോഡക്റ്റ് ഉണ്ടാക്കി അതിൽ ഹൈഡ്രജൻ ബോണ്ടിങ്ങിനുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിനെ സ്റ്റെബിലൈസ് ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് ഇത് സിൻ ആയിട്ട് തന്നെ നിലനിർത്താൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ മെക്കാനിസം നോക്കാം. അതായത് ഓസ്മിയം ടെട്രോക്സൈഡ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ പല ടെക്സ്റ്റ് വായിക്കുമ്പോഴും പല മെക്കാനിസം ആണ് കിട്ടുക. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. എന്തായാലും സൈക്ലോ അഡീഷൻ ആണ് എന്നുള്ള കാര്യം മാത്രമേ ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ചില ടെക്സ്റ്റിൽ നോക്കുമ്പോൾ 3+2 സൈക്ലോ അഡീഷൻ ആയിട്ട് കാണും. ചില ടെക്സ്റ്റിൽ നോക്കുമ്പോൾ 2+2 സൈക്ലോ അഡീഷൻ ആണെന്ന് കാണാറുണ്ട്. എനിവേ ഇറ്റ് ഈസ് എ സൈക്ലോ അഡീഷൻ റിയാക്ഷൻ. ക്ലെയ്ഡന്റെ ടെക്സ്റ്റിൽ അത് അങ്ങനെ പറയുന്നില്ല, ഇറ്റ് ഈസ് എ സബ്ജക്ട് ഓഫ് കൺസേൺ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, എന്തായാലും ഇറ്റ് ഈസ് എ സൈക്ലോ അഡീഷൻ റിയാക്ഷൻ. അപ്പൊ സൈക്ലോ അഡീഷൻ റിയാക്ഷനിൽ എങ്ങനെയാണ് വരിക, ഇതാണ് നിങ്ങളുടെ ആൽക്കീൻ, ഓസ്മിയം ടെട്രോക്സൈഡ് ആഡ് ചെയ്യുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു, ഈ ഡബിൾ ബോണ്ട് ആദ്യം നമ്മൾ പെരിസൈക്ലിക്കിൽ പഠിച്ച പോലെ ഈ ഡബിൾ ബോണ്ട് ആദ്യം ഈ ഓക്സിജനിലേക്ക് അറ്റാക്ക് ചെയ്യുന്നു. ഇതൊരു 3+2 സൈക്ലോ അഡീഷൻ ആണ്. ഓക്കെ, ഇവിടെ 2, ഇവിടെ 3 ആറ്റം, അങ്ങനെ. അപ്പം 3+2 സൈക്ലോ അഡീഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഈ ഡബിൾ ബോണ്ട് ആദ്യം ഈ ഓക്സിജൻ ആറ്റത്തിലേക്ക് അറ്റാക്ക് ചെയ്യുന്നു. ഓക്സിജന്റെ വാലൻസി 3 ആയി പോകും. അപ്പൊ എന്ത് ചെയ്യും, ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് മാറുന്നു. ആക്ച്വലി ഇത് ഡൈപോളാർ അഡീഷൻ ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ള സൈക്ലോ അഡീഷനിലെ ഡൈപോളാർ അഡീഷൻ ആണ്. ഈ രണ്ട് ടെർമിനൽസ് ആണ് ഡൈപോൾ ആയിട്ട് ഇരിക്കുന്നത്. പക്ഷെ ഇത് ഡൈപോൾ ആയിട്ട് കാണിക്കുന്നില്ല, വെറുതെ ഇങ്ങനെ തന്നെ കാണിച്ചിരിക്കുകയാണ്. കാരണം ഓസ്മിയത്തിന് ധാരാളം ഓർബിറ്റൽസ് ഉള്ളത് കൊണ്ട് ഇറ്റ് ക്യാൻ അക്കോമഡേറ്റ് മോർ ഇലക്ട്രോൺസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഡൈപോൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇതെങ്ങനെ വരും, ഈ ഡബിൾ ബോണ്ടിന്റെ ഒരു ടെർമിനൽ ഓക്സിജനിലേക്ക് അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ ഓക്സിജന് 3 ബോണ്ടായി. ഉടനെ തന്നെ നിറച്ചും വേക്കൻസി ഉള്ള ഓസ്മിയത്തിലേക്ക് ഓക്സിജൻ ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ പുതിയൊരു ബോണ്ട് ഈ കാർബണും ഈ ഓക്സിജനും തമ്മിൽ ഉണ്ടായി. ഈ ബോണ്ട് ഓസ്മിയത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പം ഓസ്മിയം എന്ത് ചെയ്തു, തിരിച്ച് ഈ ഓക്സിജൻ ആറ്റത്തിന് ഇലക്ട്രോൺ കൊടുക്കും. ആ ഇലക്ട്രോൺ വെച്ചിട്ട് ഡയറക്റ്റ് ഇതിലേക്ക് അറ്റാക്ക് ചെയ്യും. ഡയറക്റ്റ് ഇങ്ങനെ കാണിക്കാം, ഡയറക്റ്റ് ലിങ്കേജ് കാണിക്കാം. ഇല്ലെങ്കിൽ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈ ഡബിൾ ബോണ്ട് ഓക്സിജനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ആ ഓക്സിജൻ എന്ത് ചെയ്യുന്നു, നേരെ ഈ ടെർമിനലിലേക്ക് അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ സൈക്ലിക് ഇന്റർമീഡിയറ്റ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ഒരു ബോണ്ട് ഉണ്ടായി, അല്ലെ, ഈ R ഗ്രൂപ്പ് അപ്പൊ ഈ ഏരിയ നിന്ന് മാറിക്കൊടുക്കും. അപ്പൊ അയാൾ ബിലോ ദ പ്ലെയിൻ ആയി. ഈ ഇവിടെ കാർബൺ ഓക്സിജൻ തമ്മിൽ ഒരു ബോണ്ട് വരുന്നു. ഇവിടെ സിംഗിൾ ബോണ്ട് ആകുന്നു. ഈ ഓയും ഈ ഓയ്ക്കും വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ബോണ്ട് നഷ്ടപ്പെട്ടു. അപ്പൊ ഇതൊരു സിംഗിൾ ബോണ്ടായി. ഈ O മൈനസ് എന്ത് ചെയ്യുന്നു, ഈ കാർബണിലേക്ക് അറ്റാക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ R ഗ്രൂപ്പ് ഇതിന്റെ ഓപ്പോസിറ്റിൽ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ട്രാൻസ് ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു, ഇനി അപ്പൊ ഈ ഒരു ഇന്റർമീഡിയറ്റിന്റെ പേരാണ്, ഇറ്റ് ഇസ് എ സൈക്ലിക് ഇന്റർമീഡിയറ്റ് കോൾഡ് ഓസ്മേറ്റ് എസ്റ്റർ. എസ്റ്റർ ആണിത്. ഓസ്മിയമാണ് സെൻട്രൽ മെറ്റൽ ആറ്റമായിട്ടുള്ളത്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന സോൾവെന്റ് എന്ന് പറയുന്നത് വാട്ടർ ആണ്. അപ്പം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന റിയാക്ഷൻ എന്ന് അർത്ഥം. സാധാരണ നമ്മൾ DCMO DMSOയോ അങ്ങനെയുള്ള ഓർഗാനിക് സോൾവെന്റ് ഉപയോഗിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് ഇവിടെ വാട്ടർ ഉപയോഗിച്ചാൽ മതി. ഇറ്റ് ഇസ് എ സിമ്പിൾ സോൾവെന്റ്. അപ്പൊ എന്ത് ചെയ്യും, വാട്ടർ ഹൈഡ്രോളിസിസ് ചെയ്യും. വേറെ ഒന്നും ചെയ്യില്ല, ഹൈഡ്രോളിസിസ് ചെയ്യും. എങ്ങനെയാണ് ഹൈഡ്രോളിസിസ് ചെയ്യുക,
ഇവിടെ ഒരു ഹൈഡ്രജനെ കൊടുക്കും. അപ്പൊ ഇത് OH ആയി. ഇവിടെ ഒരു ഹൈഡ്രജനെ കൊടുക്കും, OH ആയി. ഈ ഓസ്മിയത്തിന് ഇവിടെ അറ്റാച്ച് ചെയ്യിക്കുന്ന ഗ്രൂപ്പിലേക്ക് ഒരു OH സപ്ലൈ ചെയ്യും. അപ്പം ശരിക്കും എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ H2O ആണല്ലോ, H+ നേരെ ഈ ഓക്സിജനിലേക്ക് പോകും. അപ്പൊ ഇത് OH ആയി, അത് ഇവിടെ നിന്ന് ലീവ് ചെയ്ത് പോകും. അപ്പം ബാക്കി എന്തുണ്ട്? H2O OH ഉണ്ട്, ആ OH ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു OH, ഇവിടെ ഒരു ഹൈഡ്രജൻ, അടുത്ത OH ഇവിടെ വരും, ഒരു ഹൈഡ്രജൻ ഇയാളുടെ കൂടെ പോകും. അപ്പൊ OS 2 OH ഡബിൾ ബോണ്ടോ ഈ OH ഇവിടെ ആഡ് ചെയ്തു. ഓക്കെ, ഇതെങ്ങനെയാണ് ആഡ് ചെയ്തത്? ഇത് ഇങ്ങനെ സൈക്ലോ അഡീഷൻ ഒരു പർട്ടിക്കുലർ ഇത് നിങ്ങൾക്കറിയാം, കൺസേർട്ടഡ് റിയാക്ഷൻ ആണ് പെരിസൈക്ലിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എബോവ് ദ പ്ലെയിനിൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു പ്ലെയിനിൽ മാത്രമേ ഈ റിയാക്ഷൻ നടക്കുള്ളൂ. അറ്റ് എ ടൈം തന്നെ ഈ ബോണ്ട് ബ്രേക്കിംഗ്, ബോണ്ട് ഫോമിംഗ് ഒക്കെ നടക്കണം. അപ്പൊ ഒരേ പ്ലെയിനിൽ തന്നെയാണ് റിയാക്ഷൻ നടക്കുക. ഹെൻസ് യു വിൽ ഓൾവേസ് ഗെറ്റ് സിൻ പ്രോഡക്റ്റ്. അതുകൊണ്ടാണ് ഇതിൽ സിൻ പ്രോഡക്റ്റ് കിട്ടുന്നു എന്ന് പറയുന്നത്. ഓക്കെ, ഈ റിയാക്ഷൻ, അപ്പൊ ഇതാണ് ഇതിന്റെ മെക്കാനിസം. ഇതിൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഇവിടെ OSന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 8 ആയിരുന്നു. എങ്ങനെയാണ് 8 ആയത്? 4 ഓക്സിജൻ 4, അപ്പൊ ഒരു ഓക്സിജന് -2, 4 ഓക്സിജൻ ആകുമ്പോൾ -8. ന്യൂട്രൽ ആയതുകൊണ്ട് ഓസ്മിയത്തിന് +8 ചാർജ് വരും. ഇയാൾ റിയാക്ഷൻ ശേഷം എന്തായിട്ട് മാറി? OSO2 OH ട്വൈസ് അല്ലേ? അപ്പൊ ഇവിടെ 2 ഓക്സിജൻ -4, 2 OH -2. അപ്പൊ എത്രയായി? -4 -2 -6. അപ്പൊ ഓസ്മിയം എന്തായി? +6 ആയി. അപ്പം ഇറ്റ് ഗോട്ട് കൺവേർട്ടഡ് ഫ്രം ഓസ്മിയം 8 ടു ഓസ്മിയം 6. അതായത് ഒരു ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. ഓക്കെ, ഇതൊരു ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. പക്ഷെ ഇതിൽ ഒരു ഡിസഡ്വാൻറ്റേജ് ഉള്ളത്, ഓസ്മിയമാണ് ഇവിടുത്തെ മെറ്റൽ ആറ്റം. നമുക്കറിയാം ഓസ്മിയം എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെറ്റലാണ്. മാത്രമല്ല അത് ടോക്സിക് ആണ്, ഹെവി മെറ്റലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഉണ്ടായ ഓസ്മിയം 6നെ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കൺവേർട്ട് ചെയ്ത് തിരിച്ച് OSO4 ആക്കാൻ പറ്റിയാൽ വളരെ അഡ്വാൻറ്റേജസ് ആണ് അല്ലേ? കാരണം എന്താണ്? ഇയാൾ ഒന്ന് തന്നെ നമുക്ക് വീണ്ടും റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പൊ അതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു റിയേജന്റ് ആണ് NMO, അതർവൈസ് കോൾഡ് N-methyl morpholin N oxide. ഇത് മോർഫോളിൻ എന്നില് മീഥൈലും ഇവിടെ OH ഇരുന്നു. ഓക്കെ, N-methyl morpholin N oxide, N+O-. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് NMO. ഈ NMO ഉപയോഗിച്ചാൽ നമുക്ക് ഇവിടുന്ന് ഈ OHനെ ഇയാൾ അക്സെപ്റ്റ് ചെയ്യും. അപ്പം എന്താവും? ഇയാൾ വീണ്ടും ഡബിൾ ബോണ്ട് ഉണ്ടാക്കും. അങ്ങനെ ഈ ഹൈഡ്രജൻ ഈ ബോണ്ട് ഇവിടെ കൊടുത്തിട്ട് ഹൈഡ്രജൻ H+ ആയിട്ട് പോകുന്നു, H+ ഇവിടെ കയറിയിരിക്കും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഇയാളെ പ്രോട്ടോൺ അക്സെപ്റ്റ് ചെയ്ത് OSO4ലേക്ക് തിരിച്ച് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ സാധാരണ നിങ്ങൾ റിയാക്ഷൻ നോക്കിയാൽ, ഓസ്മിയം ടെട്രോക്സൈഡിന്റെ റിയാക്ഷൻ നോക്കിയാൽ, you will see catalytic amount of very small quantity of OSO4, since osmium is a toxic heavy metal, along with the small quantities of NMO. NMO ആണ് റീസൈക്കിൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന റിയേജന്റ്, along with the tertiary butyl hydroxide. ടെർഷ്യറി ബ്യൂട്ടൈൽ ഹൈഡ്രോക്സൈഡ് എന്തിനാണ്? ഇവിടുത്തെ ഓക്സിഡേഷനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള റിയേജന്റ് ആണ്. സാധാരണ അത് വാട്ടറിന്റെ കൂടെ സോൾവെന്റ് ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇവിടുത്തെ സോൾവെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് ടെർഷ്യറി ബ്യൂട്ടൈൽ ഹൈഡ്രോക്സൈഡും വാട്ടറും കൂടെയാണ്. പക്ഷെ വാട്ടറാണ് മെക്കാനിസത്തിനകത്ത് പങ്കെടുക്കുന്നത്. ജനറലി ഒരു റിയാക്ഷൻ എങ്ങനെ എഴുതുന്ന? ഓസ്മിയം ടെട്രോക്സൈഡിന്റെ ഒരു ആൽക്കീൻ, അതിലേക്ക് OSO4, കാറ്റലിറ്റിക് എമൗണ്ട് N-methyl morpholin N oxide NMO, ടെർഷ്യറി ബ്യൂട്ടൈൽ ഹൈഡ്രോക്സൈഡും വാട്ടറും കൂടെ ചേർന്നിട്ടുള്ള സോൾവെന്റ് സിസ്റ്റം. ഈ ഡബിൾ ബോണ്ട് പൊട്ടി 2 OH സെയിം സൈഡിൽ അറ്റാക്ക് വരുന്നു, സിൻ ആയിട്ടുള്ള ആൽക്കഹോള് നിങ്ങൾക്ക് കിട്ടുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ 1,3 സൈക്ലോ അഡീഷൻ റിയാക്ഷൻസ് ആണ് നടക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ കുറച്ചും കൂടെ എക്സാമ്പിൾസ് നോക്കാം. ഇത് ഒരു സംശയം വരുന്നത്, ഇത് കോൺജുഗേറ്റഡ് സിസ്റ്റത്തിനകത്ത് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. എനി ആൽക്കീൻ ഇറ്റ് വുഡ് വർക്ക് പ്രിഫറബിളി വെൽ. ഏത് ആൽക്കീൻ ആണെങ്കിലും ഇത്, കാരണം ഇത് പെരിസൈക്ലിക് ആയതുകൊണ്ട് ഇതിന്റെ ഇലക്ട്രോൺ അവിടെ തന്നെ ഉണ്ടായിരുന്നാൽ മതി, ഇയാള് അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഓസ്മിയം ടെട്രോക്സൈഡ് ഇതൊരു കോൺജുഗേറ്റഡ് ആയിട്ടുള്ള കാർബോണൈൽ കോമ്പൗണ്ട്, അതിൽ ആക്ട് ചെയ്യുമോ ഇല്ല എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ആക്ട് ചെയ്യും. ഓക്കെ, ഇവിടെയും OH എബോവ് ദ പ്ലെയിൻ ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ ഉണ്ട് വേറെ എക്സാമ്പിൾ ഉണ്ട്, OMe.
OME നോക്കൂ, ഓസ്മിയം ടെട്രോക്സൈഡ് ആഡ് ചെയ്യുന്ന ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ ഡബിൾ ബോണ്ടും ഈ കാർബണിൽ കോമ്പൗണ്ട് ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ മൈനസ് ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ എങ്ങനെയാണ് OH, ഇവിടെ ഒരു OH, ഇവിടെ ഒരു OH. ആ OH രണ്ട് OME OH കൂടെ ഒന്നിലിരിക്കില്ലല്ലോ. മനസ്സിലാവുന്നുണ്ട്? ഇതൊരു ആൽക്കീനാണ്, ഓസ്മിയം ടെട്രോക്സൈഡ് ആണ്. ഇവിടെ ഒരു OH, ഇവിടെ ഒരു OH. ഈ രണ്ട് ഇത് ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ ഇത് OH ആയിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് രണ്ട് OH ഒരുമിച്ചിരിക്കില്ല. അവിടെ നിന്ന് ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ആയി പോയി അത് ഡബിൾ ബോണ്ട് ആവും. ഇവിടെ ഒരു OH വരും. മനസ്സിലായോ? ഓസ്മിയം ടെട്രോക്സൈഡ് ഇവിടെ OH, ഇവിടെയും OH. ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ OMe, MEOH ഉം OH ആയിട്ട് മാറും. അതായത് ഈ കാർബണിൽ തന്നെ രണ്ട് OH ഗ്രൂപ്പ്സ് ഇരിക്കുകയാണ്. ഓക്കെ, ആ രണ്ട് OH നിന്ന് ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ആയി പോയി. അപ്പൊ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വരും. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഈ പറഞ്ഞ OH ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ആയിരിക്കും കിട്ടുക. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, സാധാരണ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഓസ്മിയം ടെട്രോക്സൈഡും മെറ്റാക്ലോറോത്തോർ ബെൻസോയിക് ആസിഡും തമ്മിലുള്ള കമ്പാരിസൺ പരീക്ഷയ്ക്കല്ല, നെറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കണം. ഓസ്മിയം ടെട്രോക്സൈഡ് യു വിൽ ഗെറ്റ് ഓൾവേസ് സിൻ ഡയോൾ. സിൻ അഡീഷൻ ആയതുകൊണ്ട് സിൻ ആയിട്ടുള്ള ഡയോൾ മാത്രമേ കിട്ടുള്ളൂ. മെറ്റാക്ലോറോപെർ ബെൻസോയിക് ആസിഡ് ആണെങ്കിൽ അതിന്റെ മെക്കാനിസം ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ യു വിൽ ഓൾവേസ് ഗെറ്റ് ആന്റി ഡയോൾ. ഇപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം, രണ്ടും ഹൈഡ്രോക്സിലേഷൻ ഡൈഹൈഡ്രോക്സിലേഷൻ മെത്തേഡ്സ് തന്നെയാണ്. ബട്ട് വൺ ഓസ്മിയം ടെട്രോക്സൈഡ് വിൽ ബി സിൻ അഡീഷൻ, McPba വിൽ ബി ആന്റി അഡീഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇതാണ് ഈ പറഞ്ഞ ഓസ്മിയം ടെട്രോക്സൈഡിന്റെ ഡൈഹൈഡ്രോക്സിലേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെത്തേഡാണ് നെറ്റ് പരീക്ഷയ്ക്കും നിങ്ങളുടെ യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്കും. അപ്പൊ നമ്മള് ഡൈഹൈഡ്രോക്സിലേഷൻ മെത്തേഡ്സിൽ ഓസ്മിയം ടെട്രോക്സൈഡ് എങ്ങനെയാണ് എന്നുള്ളത് പഠിച്ചു. ഇനി പഠിക്കാനുള്ള രണ്ട് നെയിംഡ് ഡൈഹൈഡ്രോക്സിലേഷൻ മെത്തേഡ്സ് ആണ് വുഡ്വേർഡും പ്രിവോസ്റ്റ്. രണ്ടും ഡൈഹൈഡ്രോക്സിലേഷൻ ആണ്. ഇത് രണ്ടും ഒരുമിച്ചാണ് പഠിക്കുക. കാരണം ഇതിൽ റിയേജന്റ് സെയിം ആണ്. റിയേജന്റ് സെയിം ആണ് ടു ആൻ എക്സ്റ്റെന്റ്. പ്രിവോസ്റ്റിൽ ഉപയോഗിക്കുന്നത് അയഡിൻ സിൽവർ അസറ്റേറ്റ് സോൾട്ട് ആണ് ഉപയോഗിക്കുക. ഇതിപ്പം ഈ ടെക്സ്റ്റിൽ ഇത് ജിജാഗ്ലിയുടെ നെയിംഡ് ഓർഗാനിക് റിയാക്ഷൻസ് ടെക്സ്റ്റ് ആണ്, പേജ് നമ്പർ 425. അത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പോർഷൻ വൃത്തിയായിട്ട് ഒന്നും കൂടെ വായിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിൽ കാണിച്ചിരിക്കുന്ന മൊത്തം ബെൻസോയേറ്റ് ആണ്. നിങ്ങൾ വേറെ ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സിൽവർ അസറ്റേറ്റും എക്സാമ്പിൾ ആയിട്ട് കാണാറുണ്ട്. ഏതായാലും നിങ്ങൾ സിൽവർ സോൾട്ട് ആണ്, സിൽവറിന്റെ ആസിഡിന്റെ സോൾട്ട് ആണ് ഇവിടെ ഉപയോഗിക്കുക. ഓക്കെ, അപ്പം പ്രിവോസ്റ്റില് അയഡിനും സിൽവർ അസറ്റേറ്റ് സോൾട്ടും, അടുത്ത വുഡ്വേർഡില് ഇതിൽ ചെറിയൊരു വ്യത്യാസം വരും. വുഡ്വേർഡില് വാട്ടറും കൂടെ വരും. ഓക്കെ, വാട്ടർ, അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. അയഡിനും ഇവിടെയും അയഡിനും സിൽവർ അസറ്റേറ്റും തന്നെയാണ്, ബട്ട് വാട്ടർ അത് പക്ഷെ ഭയങ്കരമായിട്ടുള്ള ഒരു വ്യത്യാസമാണ്. അപ്പൊ ഈ രണ്ട് ഡൈഹൈഡ്രോക്സിലേഷൻ മെത്തേഡ്സും ഒരുമിച്ച് പഠിക്കുക. കാരണം ഇതിന്റെ മെക്കാനിസവും റീജന്റും ഒക്കെ ഏകദേശം സെയിം ആണ്. അപ്പം ഞാൻ സാധാരണ പഠിക്കുന്നത് ഈ രണ്ട് ഹൈഡ്രോക്സിലേഷൻ മെത്തേഡിൽ പ്രിവോസ്റ്റ് എന്ന് പറയുന്നത് ട്രാൻസ് ഡൈഹൈഡ്രോക്സിലേഷനും വുഡ്വേർഡ് എന്ന് പറയുന്നത് സിസ് ഡൈഹൈഡ്രോക്സിലേഷനുമാണ്. അപ്പൊ നമ്മൾ ഓസ്മിയം ടെട്രോക്സൈഡ് പഠിച്ചത് സിസ് മെത്തേഡ് ആണല്ലോ. സിൻ അഡീഷൻ വഴി നിങ്ങൾക്ക് സിസ് ഡയോൾ ആണ് കിട്ടുക. അതേപോലത്തെ ഒരു മെത്തേഡാണ് വുഡ്വേർഡ്. വുഡ്വേർഡ് നിങ്ങൾക്ക് സിസ് ആയിട്ടുള്ള ഡൈഹൈഡ്രോക്സിലേഷൻ കിട്ടും. പ്രിവോസ്റ്റിൽ ട്രാൻസ് ആണ് കിട്ടുക. ഞാൻ സാധാരണ ഓർത്ത് വെക്കുന്നത് പ്രിവോസ്റ്റിന്റെ ടീയും ട്രാൻസിന്റെ ടീയും തമ്മിലാണ് ഓർത്ത് വെക്കുക. നിങ്ങളെ സീനിയേഴ്സിന് ഞാൻ അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചു കൊടുത്തത്. അവർക്ക് ഓർമ്മ നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. അതായത് പ്രിവോസ്റ്റ് ട്രാൻസ്, വുഡ്വേർഡ് വെറ്റ് ആണ് ഓർക്കുക. വെറ്റ് എന്ന് പറഞ്ഞാൽ യൂസ് ഓഫ് വാട്ടർ, അല്ലെങ്കിൽ വാട്ടർ എന്ന് ഓർത്താലും മതി. ഞാൻ അങ്ങനെയാണ് ഓർക്കുക. വുഡ്വേർഡ് വെറ്റ് മെത്തേഡ്, പ്രിവോസ്റ്റ് ട്രാൻസ് ഡയോൾ. അങ്ങനെ ഓർത്താൽ നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ ഓർത്ത് വെക്കാൻ പറ്റും. അപ്പൊ ഇത് എങ്ങനെയാണ്? ഒരു ആൽക്കീനാണ്. ആൽക്കീനിലേക്ക് അയഡിനും സിൽവറിന്റെ സോൾട്ടും ആണ് ഉപയോഗിക്കുക. അപ്പൊ എന്താണ് കിട്ടുക? ആദ്യം നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ കൂടെ ഇത് ഫസ്റ്റ് സ്റ്റെപ്പും സെക്കൻഡ് സ്റ്റെപ്പും ഹൈഡ്രോളിസിസ്. അപ്പോഴേ നിങ്ങൾക്ക് ഡയോൾ കിട്ടുള്ളൂ. ഇത്രേ കാണിച്ചിട്ടുള്ളൂ, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇത്രേ കാണിച്ചിട്ടുള്ളൂ എങ്കിൽ യു ഷുഡ് ഗെറ്റ് ദി അസറ്റേറ്റ് ആസ് ദി പ്രോഡക്റ്റ്. അസറ്റേറ്റ് ആയിരിക്കണം പ്രോഡക്റ്റ് ആയിട്ട് കിട്ടേണ്ടത്. ഓക്കെ, അതായത് ഈ സിൽവർ കളഞ്ഞിട്ടുള്ള ബാക്കി ഭാഗമാണ് ആന്റി ആയിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിലോ പ്രിവോസ്റ്റില് ട്രാൻസ് ആണ് അയഡിനും സിൽവറിന്റെ സോൾട്ടും,
ഉപയോഗിക്കുന്നു, ഒരു ആൽക്കീനിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ആന്റി അഡീഷൻ വഴി അസറ്റേറ്റ് ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള അസറ്റേറ്റ് പ്രോഡക്റ്റ് ആണ് കിട്ടുക. PHCOO PHCO, ഒന്ന് ബിലോ ദ പ്ലെയിൻ, ഒന്ന് എബവ് ദ പ്ലെയിൻ. ഇതിനെ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു ഡയോൾ കിട്ടുക. ഓക്കെ, ഒന്ന് ബിലോ ദ പ്ലെയിൻ, ഒന്ന് എബവ് ദ പ്ലെയിൻ. ഓക്കെ, ഇതിന്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് നോക്കാം. വളരെ സിമ്പിൾ ആണ് ഇതിന്റെ മെക്കാനിസം. അതായത് നിങ്ങളുടെ ആൽക്കീൻ ഉണ്ട്, ആൽക്കീനിലേക്ക് അയഡിൻ ആറ്റം ഉണ്ട്. ഇതൊരു ഇലക്ട്രോമെറിക് ഇഫക്റ്റ് ആണ്. ഇപ്പൊ എന്ത് സംഭവിക്കുന്നു? അയഡിൻ ആറ്റം I+, I- ആയിട്ട് മാറുന്നു. അതിൽ ഈ ഡബിൾ ബോണ്ട് അറ്റാക്ക് ചെയ്യുന്നു. ആരെ? I+ അറ്റാക്ക് ചെയ്യുന്നു. ഈ അയഡിൻ ഇലക്ട്രോണും കൊണ്ടായി മൈനസ് ആയിട്ട് എസ്കേപ്പ് ചെയ്തു പോയി. അപ്പൊ ഇയാളിപ്പോ I+ ആണ്. ഈ I+ ഇവിടേക്ക് അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് എന്താണ്, ഇലക്ട്രോൺ റിച്ച് സെന്റർ അല്ലെ? അതാണ് ഈ ആൽക്കീൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ആൽക്കീൻ എന്ത് ചെയ്യും? അയഡിനുമായിട്ട് ബോണ്ട് ഉണ്ടാക്കും. അയഡിൻ എന്ന് പറയുന്നത് അയഡോണിയം I+ആയിട്ട് ബോണ്ട് ഉണ്ടാക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഒരു സൈക്ലിക് ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യും. സൈക്ലിക് അയഡോണിയം അയോൺ ഇന്റർമീഡിയറ്റ്. അങ്ങനെ ഒരു ഇന്റർമീഡിയറ്റ് ഇവിടെ ഉണ്ടാകുന്നു. ഇനി അടുത്ത സ്റ്റെപ്പിലാണ് ഈ പറഞ്ഞ സിൽവറിന്റെ സോൾട്ട് അറ്റാക്ക് ചെയ്യുന്നത്. അതിൽ സിൽവർ Ag+ ആണ്. അത് ചിത്രത്തിൽ വരുന്നതേ ഇല്ല. PHCOO- ആണ് അറ്റാക്ക് ചെയ്യുക. അപ്പൊ PHCO- അസറ്റേറ്റ് ആണെങ്കിൽ CH3CO-. അതിവിടെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. ഈ മൈനസ് ചാർജ് വെച്ചിട്ടാണ് ഇയാൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഈ അയഡിൻ ഏത് സൈഡിലാണോ ഇരിക്കുന്നത് അതിന്റെ ബാക്ക് സൈഡിൽ കൂടെ ഇയാൾക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് അറിയാം അയഡിൻ എന്ന് പറയുന്നത് ബൾക്കിയർ ആയിട്ടുള്ള ഒരു ആറ്റമാണ്. അതുകൊണ്ട് തന്നെ ആ സൈഡിൽ കൂടെ അറ്റാക്ക് ചെയ്യും. ഇത്രയും വലിയൊരു ബൾക്കി ഗ്രൂപ്പിന് വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അയഡിൻ എവിടെയാണോ ഇരിക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെയാണ് സൈക്ലിക് ആയിട്ടുള്ള നിങ്ങളുടെ ഈ അറ്റാക്കിംഗ് റിയേജന്റ് വരുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ SN2 റിയാക്ഷൻ. SN2 റിയാക്ഷൻ ആണ് ഇവിടെ ഒരു ഇന്റർമീഡിയറ്റ് അതിന്റെ ബാക്ക് സൈഡ് വഴി അറ്റാക്ക്. സോ ഇറ്റ് ഇസ് ആൻ SN2 റിയാക്ഷൻ. ഇപ്പം പ്രോഡക്റ്റ് എന്ത് കിട്ടും? EO ഇവിടെ അറ്റാക്ക് ചെയ്യും. ഓക്കെ, EO ഇവിടെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ അവിടെ പുതുതായിട്ടൊരു CO ബോണ്ട് ഫോം ചെയ്യും അല്ലെ? ഇവിടെ പുതുതായിട്ടൊരു CO ബോണ്ട് ഫോം ചെയ്യുമല്ലോ. ഇവിടെ CO ബോണ്ട് ഫോം ചെയ്തു. പിന്നെയുള്ളത് അസറ്റേറ്റ് COPH ഗ്രൂപ്പ്. ഇനി അയഡിനൊപ്പം ഈ ബിലോ ദ പ്ലെയിൻ തന്നെയാണ് ഇരിക്കുന്നത്. ഇയാള് ഓപ്പോസിറ്റ് സൈഡ് വന്നതുകൊണ്ട് ഇയാള് എബവ് ദ പ്ലെയിൻ ആയി. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു? ഇനി ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് നടക്കും. ഇറ്റ് ഇസ് കോൾഡ് നെയ്ബറിംഗ് ഗ്രൂപ്പ് അസിസ്റ്റൻസ് ഡ്യൂ ടു ദി സ്പെഷ്യൽ അല്ലെങ്കിൽ പ്രിഫറൻഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് ദിസ് ഓക്സിജൻ ആറ്റം. ഈ ഓക്സിജൻ ആറ്റം ഇരിക്കുന്ന കാണുമ്പോഴേ നമുക്കറിയാം ഈ കാർബണിലേക്ക് ഇയാൾക്കൊരു നോട്ടം ഉണ്ടെന്ന്. കാരണം ഇത് അയഡിനാണ്. അയഡിൻ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ലീവിങ് ഗ്രൂപ്പ്. അപ്പൊ ഇയാൾ എപ്പം ഇലക്ട്രോൺ കിട്ടിയോ അപ്പം പോവാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു ആളാണ്. അപ്പൊ ഇയാൾ എപ്പോൾ വേണമെങ്കിലും പോവാം. അതുകൊണ്ട് തന്നെ ഈ ഓക്സിജൻ ഇവിടെ ഇട്ടൊരു നോട്ടമുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ ഓക്സിജൻ വരുന്ന കാണുമ്പോൾ തന്നെ അയഡിൻ അങ്ങ് ഇളകിപ്പോകും. അപ്പൊ ഇയാൾ എന്ത് ചെയ്യുന്നു? ഈ ഓക്സിജൻ ആറ്റം ഈ കാർബണുമായിട്ട് ഒരു ബോണ്ടിങ് ഉണ്ടാക്കുന്നു. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് നെയ്ബറിംഗ് ഗ്രൂപ്പ് അസിസ്റ്റൻസ്. ഓക്കെ, ആൻറ്റിമറിക് അസിസ്റ്റൻസ് എന്നൊക്കെ പറയും. ഇപ്പൊ നെയ്ബറിംഗ് ഗ്രൂപ്പ് അസിസ്റ്റൻസ് ഇവിടെ സംഭവിക്കുകയാണ്. അതെങ്ങനെയാണ് സംഭവിക്കുക? നെയ്ബറിംഗ് ഗ്രൂപ്പ് അസിസ്റ്റൻസ് എനിക്ക് തോന്നുന്നു നിങ്ങൾ S2 പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ പറയണ്ടല്ലോ. ഇത് എബവ് ദ പ്ലെയിൻ ആണ്. അതേ ഓറിയന്റേഷൻ തന്നെയാണ് ഈ ഓക്സിജൻ ആറ്റം നിൽക്കുന്നത്. മൊത്തം ഈ ഗ്രൂപ്പ് അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ ഇയാൾക്ക് എബവ് ദ പ്ലെയിനിൽ കൂടെ അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ വീണ്ടും ഈ അയഡിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ SN2 ആയതുകൊണ്ട് അയഡിൻ എങ്ങനെയാണോ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ ഓക്സിജൻ ആറ്റം അറ്റാക്ക് ചെയ്യുന്നു. അപ്പം പുതുതായിട്ട് ഇവിടെ ഒരു ബോണ്ട് ഉണ്ടാവും. അതും ഇയാളുടെ ഓപ്പോസിറ്റ് സൈഡാണ്. അതായത് ഇവ രണ്ടുപേരും സെയിം സൈഡ്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് ഓക്സിജന്റെ ലോൺ പെയർ വെച്ചിട്ടാണ് ബോണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഓക്സിജൻ വുഡ് ക്യാരി എ പോസിറ്റീവ് ചാർജ്. അത് നല്ലതല്ലല്ലോ. ഓക്സിജൻ ഒരു ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ആണ്. ഓക്സിജൻ എങ്ങനെയെങ്കിലും ആ ഇലക്ട്രോൺ തിരിച്ച് കിട്ടണം. അതിനായിട്ട് എന്ത് ചെയ്യും? അടുത്ത COOPH അറ്റാക്ക് ചെയ്യും. അടുത്ത PHCO- അറ്റാക്ക് ചെയ്യും. ഏതെങ്കിലും ഒരു കാർബണിലേക്ക് ഇതിലോ അറ്റാക്ക് ചെയ്യാം. സിമെട്രിക്കൽ ആയതുകൊണ്ട് സാധാരണ ഇതിലാണ് അറ്റാക്ക് ചെയ്യുക. അതായത് നെയ്ബറിംഗ് ഗ്രൂപ്പ് അസിസ്റ്റൻസ് നടന്ന കാർബണിലാണ് അറ്റാക്ക് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ CO ഗ്രൂപ്പ് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ ഈ ബോണ്ടിങ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ഓക്സിജൻ ആറ്റത്തിന് ലോൺ പെയർ ഒക്കെ തിരിച്ചു കിട്ടി. പക്ഷെ ഇവിടെ നടക്കുന്ന ഒരു കാര്യം,
ഇയാളുടെ ബാക്ക് സൈഡ്. കാരണം ഈ ഗ്രൂപ്പ് ബൾക്കിയർ ആണ്. ഈ എബോവ് ദ പ്ലെയിൻ ഇപ്പം മൊത്തം ഒരു ബൾക്കി നേച്ചറിലാണ് ഇരിക്കുന്നത്. അപ്പൊ അയാൾക്ക് ഈ വരുന്ന ആൾക്ക് എബോവ് ദ പ്ലെയിനിൽ കൂടെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇയാൾ ഓപ്പോസിറ്റ് സൈഡിലൂടെ, അതായത് ബാക്ക് സൈഡ് അറ്റാക്ക് വഴിയാണ് ബോണ്ട് ഉണ്ടാക്കുന്നത്. ഇറ്റ്സ് അനദർ എക്സാമ്പിൾ ഫോർ SN2 റിയാക്ഷൻ. ഓക്കെ, SN2 റിയാക്ഷൻ ആണ് വീണ്ടും നടക്കുക. അപ്പൊ ഈ COPH ഇവിടെ അറ്റാക്ക് ചെയ്യുന്നു, ഓപ്പോസിറ്റ് സൈഡ് CO ബിലോ ദ പ്ലെയിൻ. അപ്പൊ ഇയാൾക്ക് ബോണ്ട് തിരിച്ചു കിട്ടി. അപ്പൊ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തു. അപ്പൊ വീണ്ടും ഇയാൾ മാത്രമായി. ഓക്കെ, ബോണ്ട് ഇവർ തമ്മിൽ മാത്രമായി. അപ്പൊ OCOPH കൂടെ ആയി. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതുവരെ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഇത്രേ കിട്ടുള്ളൂ. ഇതാണ് നിങ്ങളുടെ പ്രോഡക്റ്റ്. നോക്കൂ, ഇത് ആന്റി അഡീഷൻ ആണല്ലോ. ആദ്യം അയഡിൻ വന്നു, അയഡിൻ ഒരു ഇന്റർമീഡിയറ്റ് ഉണ്ടാക്കുന്നു, ബാക്ക് സൈഡ് വഴി PHCO മൈനസ് അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ അയഡിനും PHCO മൈനസും ഓപ്പോസിറ്റ് സൈഡായി. ആംഗിയമറിക് അസിസ്റ്റൻസ് വഴി ഓക്സിജൻ പുതുതായിട്ട് ഒരു ബോണ്ട് ഉണ്ടാക്കുന്നു, അയഡിൻ ലീവ് ചെയ്ത് പോകുന്നു. രണ്ട് ഓക്സിജൻ ആറ്റവും സെയിം സൈഡ് വഴി ബോണ്ട് ഫോം ചെയ്യുന്നു. അടുത്ത വേറൊരു PHCO മൈനസ് ഈ ആംഗിയമറിക് അസിസ്റ്റൻസ് ഉണ്ടായിരുന്ന കാർബണിലേക്ക് അറ്റാക്ക് ചെയ്യുന്നു. അറ്റാക്ക് ചെയ്യുന്ന ഉടനെ ഈ ബോണ്ട് തിരിച്ച് പൊട്ടി ഇങ്ങോട്ടേക്ക് വരുന്നു. പക്ഷെ രണ്ട് COPHും ഓപ്പോസിറ്റ് സൈഡിലാണ് ഇപ്പോൾ ഓറിയന്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെ ഹൈഡ്രലൈസ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദി കറസ്പോണ്ടിങ് ഡയോൾ. ഇതാണ് ഇതിന്റെ മെക്കാനിസം. അപ്പം പ്രൊവോസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ് ആയിട്ട് നടക്കുന്ന റിയാക്ഷൻ ആണ്. ട്രാൻസ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള ട്രാൻസ് ഡയോൾ ആണ് കിട്ടുക. അതർവൈസ് ആന്റി അഡീഷൻ ആണ് ഇതിൽ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് വലിയൊരു മോളിക്യൂൾ ആണ്. ഇത് വേറെ എക്സാമ്പിൾ ആണ്. നിങ്ങൾക്ക് GJAGലി നോക്കിയാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വലിയ നെറ്റിനൊക്കെ ചോദിക്കുന്ന എക്സാമ്പിൾസ് കിട്ടും. അപ്പൊ അത് തന്നെയാണ് ഇത് കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിൽ ഇവിടെയാണ് ആൽക്കീൻ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സെന്റർ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം അരോമാറ്റിക് ആണ്. അപ്പൊ അതിലൊന്നും റിയാക്ട് ചെയ്യില്ല. ഈ പറഞ്ഞ എക്സോ ഡബിൾ ബോണ്ട് മാത്രമാണ് ആക്ട് ചെയ്യുക. ഇപ്പം AgCOPH അയഡിനും കൂടെ കാണുമ്പോഴേ ഓർത്തോണം, സിൽവറിന്റെ സോൾട്ടും അയഡിനും കൂടെ കാണുമ്പോഴേ ഓർത്തോണം ഇറ്റ് ഈസ് വുഡ്വേർഡ് ഓർ പ്രൊവോസ്റ്റ്. പ്രൊവോസ്റ്റ് ആണോ നോക്കാനായിട്ട്, വുഡ്വേർഡ് ആണോ നോക്കാനായിട്ട് വാട്ടർ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയാൽ മതി. ഇവിടെ ഇപ്പം ബെൻസീൻ ആണ് സോൾവെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഹെൻസ് വാട്ടർ ഇസ് നോട്ട് യൂസ്ഡ് ആസ് എ സോൾവെന്റ്. അപ്പൊ അതുകൊണ്ട് ഇത് എന്താണ്, വെറ്റ് മെത്തേഡ് അല്ല, ഇറ്റ് ഈസ് പ്രൊവോസ്റ്റ്. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ട്രാൻസ് ആയിരിക്കണം. അപ്പം ട്രാൻസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഇവിടെ കിട്ടും. ഓക്കെ, ഇനി അതേപോലെ വേറെ എക്സാമ്പിൾസ് ഉണ്ട്. ഈ ആൽക്കീനിൽ റിയാക്ട് ചെയ്യുന്ന റിയാക്ഷൻസ്. അപ്പൊ നിങ്ങൾ ആ ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കൂടുതൽ എക്സാമ്പിൾസ് കിട്ടും. ഇതിന്റെ തന്നെ കൂടുതൽ എക്സാമ്പിൾ കിട്ടും. ഇനി നമുക്ക് വുഡ്വേർഡ് സിസ് ഹൈഡ്രോക്സിലേഷൻ നോക്കാം. വുഡ്വേർഡ് ഞാൻ പറഞ്ഞു വെറ്റ് മെത്തേഡ് ആണ്. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സിസ് ഹൈഡ്രോക്സിലേഷൻ, സിസ് ഡൈഹൈഡ്രോക്സിലേഷൻ. സെയിം സൈഡ് വഴിയാണ് അറ്റാക്ക് വരുന്നത്. കാരണം എങ്ങനെയാണ്, വാട്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഇവിടെ മെക്കാനിസത്തിൽ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പൊ ആൽക്കീൻസ് സെയിം തന്നെയാണ്, അയഡിന് സിൽവർ അസ്റ്റേറ്റ് അതെല്ലാം സെയിം, പക്ഷെ ഇവിടെ വാട്ടർ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, മറ്റിടത്ത് ഹൈഡ്രോലൈസ് ചെയ്യാനായിട്ട് വേറെ ആൾക്കാരാണ് ഉപയോഗിക്കുക. മറ്റിടത്ത് നോക്കൂ, പ്രൊവോസ്റ്റിനകത്ത് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രോളിസിന് ഉപയോഗിക്കുന്ന ആൾക്കാർ വാട്ടർ ആയിരിക്കരുത്. ഓക്കെ, ഇവിടെ AC2O അല്ലെങ്കിൽ ACOH അങ്ങനെയുള്ള ആൾക്കാർ ഉപയോഗിച്ചാൽ ഇറ്റ് വുഡ് ബി പ്രൊവോസ്റ്റ് ഓൺലി. ഇവിടെ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ ഹൈഡ്രോളിസിൽ വാട്ടർ തന്നെ ഉപയോഗിക്കും. സോ യു വിൽ ഗെറ്റ് ട്രാൻസ് ഡയോൾ. ഇതെങ്ങനെയാണ്, ഫസ്റ്റ് സ്റ്റെപ്പ് സെയിം ഐഡന്റിക്കൽ ആണ്. അതായത് ആൽക്കീൻ ആഡിലേക്ക് അറ്റാക്ക് ചെയ്യുന്നു, സൈക്ലിക് അയോഡോണിയം അയോൺ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നു. അടുത്ത SN2 റിയാക്ഷൻ വഴി അസറ്റേറ്റ് ആനയോൺ അറ്റാക്ക് ചെയ്യുന്നു, അയഡിൻ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പൊ അയഡിനും അസറ്റേറ്റും ഓപ്പോസിറ്റ് സൈഡായി. ഓക്കെ, ഇനി വ്യത്യാസമൊന്നുമില്ല. വീണ്ടും ഓക്സിജൻ ആറ്റം ലോൺ പെയർ വഴി അറ്റാക്ക് ചെയ്യുന്നു, വീണ്ടും SN2 അയഡിൻ ഇളകി പോകുന്നു. ഇതുവരെ സെയിം. ഓക്കെ, ഇനിയാണ് വാട്ടർ വരാം. വാട്ടർ വരുന്നത് കാർബണൈൽ കോമ്പൗണ്ട്, അതായത് ഈ അസറ്റേറ്റിൽ ഇരിക്കുന്ന കാർബണൈലിനെ അറ്റാക്ക് ചെയ്യാനാണ്. ഓക്കെ, അപ്പൊ എന്ത് പറ്റുന്നു, ഇവിടെ OH2+ ബോണ്ട് ചെയ്യുന്നു. അപ്പം ഈ കാർബൺ കുറെ വാലൻസി ആവുമല്ലോ. അപ്പൊ ഈ ഓക്സിജനിലേക്ക് ഇലക്ട്രോൺ കൊടുക്കും. അപ്പൊ ഇത് സിംഗിൾ ബോണ്ട്, ഇവിടെ OH2, അതിൽ നിന്ന് ഒരു H+ പോയി OH ആയിട്ട് മാറും. ഓക്കെ, അടുത്ത സ്റ്റെപ്പില് ഈ ഹൈഡ്രജൻ ബോണ്ട് ഇവിടെ കൊടുക്കുന്നു. അപ്പൊ ഇത് കാർബണൈൽ ആകുന്നു. ഇവിടെ ഇരിക്കുന്ന കാർബണിന്റെ വാലൻസി 5 ആവും. സോ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ O- ആകുന്നു. O- ആയി ഈ H+ ഉണ്ടല്ലോ, ഈ H+ നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നു. അപ്പൊ ഇവിടെ OHും ഇവിടെ അസറ്റൈൽ ഗ്രൂപ്പും ആയി.
ഓക്കെ, വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ OH2 വരെയാണ്. OH2 വന്ന് ഈ കാർബണെ രണ്ടാമതിരിക്കുന്ന അസിറ്റൈൽ ഗ്രൂപ്പിൽ അറ്റാക്ക് ചെയ്യുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ സ്റ്റെപ്പ് വീണ്ടും ഇവിടെ നടക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നു. ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പില് ഈ ബോണ്ട്, ഈ രണ്ടാമത് ആഡ് ചെയ്ത വാട്ടർ ഉണ്ടല്ലോ, ആ വാട്ടർ ഇരിക്കുന്ന പ്രോട്ടോൺ കാർബണിലേക്ക് ബോണ്ട് കൊടുക്കുന്നു. ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ആകുന്നു. ഈ കാർബൺ ബാലൻസ് ചെയ്യുമ്പോൾ 5 ആവും. അപ്പൊ ഇയാൾ എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് ബോണ്ട് കൊടുത്ത് O- ആവും. അപ്പൊ ഈ H+ ഈ O- വന്നിരുന്ന് യു വിൽ ഗെറ്റ് എ ഡയോഡ്. അപ്പം വുഡ്വേർഡിലും പ്രിവോസ്റ്റിലും രണ്ടും ഡൈഹൈഡ്രോക്സിലേഷൻ ആണ്. വുഡ്വേർഡ് വെറ്റ് മെത്തേഡാണ്. വെറ്റ് മെത്തേഡ് ആയതുകൊണ്ട് അവിടെ വാട്ടർ ഉപയോഗിക്കുന്നു. പ്രിവോസ്റ്റില് ട്രാൻസ് ആണ് കിട്ടുക, വുഡ്വേർഡിൽ സിസ് ഡയോൾ ആണ് കിട്ടുക. ഓക്കെ, ഈ രണ്ട് റിയാക്ഷനും അതിന്റെ മെക്കാനിസവും ഓസ്മോൾ ഹൈഡ്രോക്സൈഡിന്റെ മെക്കാനിസവും പഠിക്കാം. പെർമാംഗനേറ്റ് അയോണും കൂടെ ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം. അപ്പൊ ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതിൽ കുറെ എക്സാമ്പിൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നെറ്റിനും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ ചോദിക്കുക, പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ വൃത്തിയായിട്ട് വായിക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ശരി, താങ്ക് യു.